മന്ത്രി സജി ചെറിയാന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടല്ല, സ്വമേധയാ രാജി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടതിന് ശേഷം തിരിച്ചെത്താം. അദ്ദേഹത്തോട് രാജിവെക്കണമെന്നല്ല, രാജിവെക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്, ഇപ്പൊ തന്നെ രാജിക്കത്ത് അയക്കുമെന്ന് പറഞ്ഞു. രാജിവെച്ച സാഹചര്യത്തിൽ രഞ്ജിത്തിനെതിരെ കേസെടുത്ത നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമോ? ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കരുതെന്ന് വിചാരിച്ച കാരണം ഇന്നലെ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചത്. ഞാൻ ഇന്നലെ രാവിലെ തന്നെ കൃത്യമായി പറഞ്ഞു, ഒരു പരാതി അതിന്മേൽ ലഭിച്ചാൽ പറഞ്ഞ വാക്കിതാണ്, അത് പരിശോധിക്കും, നിയമപരമായി പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കും. പക്ഷെ ഞാൻ സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മാധ്യമം എഴുതി കാണിച്ചു, രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സാംസ്കാരിക മന്ത്രി എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. അതിനെ വളരെയേറെ പ്രയാസപ്പെടുത്തി വേദനിപ്പിച്ചു. അതിനുശേഷം കേരളത്തിൽ അത് ചുവടുപിടിച്ച് പല മാധ്യമങ്ങളും സ്ത്രീവിരുദ്ധനാണ് സജി ചെറിയാൻ എന്ന നിലയിലാണ് ഇന്നലെ വിശദീകരിച്ചത്. നിങ്ങൾക്ക് എന്നെ അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ പറഞ്ഞത്. എനിക്ക് 3 പെൺകുട്ടികളാണ്, എനിക്ക് ഭാര്യ, അമ്മ, അങ്ങനെ 5 സ്ത്രീകളുടെ വീട്ടിൽ ഞാൻ പുരുഷൻ മാത്രം താമസിക്കുന്നു. സ്ത്രീകൾക്ക് എതിരായി വരുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി ചെറുക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായി. നിങ്ങളുടെ രാത്രിയിലത്തെ ചർച്ചയിൽ ഒരു മഹാൻ എത്ര മോശമായിട്ടാണ്, ഞാൻ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഫിഷറീസ് മന്ത്രിയാണ്, എത്ര മ്ലേച്ഛമായി ഞാൻ പറയാത്ത കാര്യത്തെ പറ്റി എത്ര ആക്ഷേപാർഹമായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, ഞങ്ങൾ ഇരയോടൊപ്പമാണ്, വേട്ടക്കാരനോടൊപ്പം അല്ല. ഈ കാര്യത്തിൽ ആരെങ്കിലും കുറ്റം ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി നൽകുന്ന പരാതി അടിസ്ഥാനത്തിൽ സ്വീകരിക്കും, നിയമപരമായ നിലപാടാക്കാറ്റ് സ്വീകരിക്കുമെന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന അനുസരിച്ച് ഈ കാര്യത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ കാര്യത്തിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതിനെ തെറ്റായി നിങ്ങൾ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് പല ആളുകളും ഇന്നലെ ആ രൂപത്തിൽ പ്രതികരിച്ചത്. അതിന്റെ ഫുൾ ടെസ്റ്റ് അവർ കണ്ടു നോക്കണം. ഞാൻ പറഞ്ഞതിനകത്ത് ഒരു തരത്തിലും സ്ത്രീവിരുദ്ധമായ ഒരു കാര്യമില്ല. എനിക്ക് ആരെയും, ഗവൺമെന്റിന് ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു, അതിന്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും പറയും. കാരണം ഇടതുപക്ഷ മനസ്സ് സ്ത്രീപക്ഷത്താണ്, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷത്താണ്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ മനസ്സും രാഷ്ട്രീയവും സ്ത്രീപക്ഷത്ത് നിൽക്കുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്തൊരു ഗവൺമെന്റ്, അതിനുവേണ്ടി ഒരു കമ്മിറ്റി നിയോഗിച്ച ഗവൺമെന്റ്, ആ കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങളിൽ മേൽ നിലപാട് സ്വീകരിച്ചൊരു ഗവൺമെന്റ്, ഒരുപാട് നടപടികളുമായി മുന്നോട്ട് പോകുന്നൊരു ഗവൺമെന്റിനെ നിങ്ങൾക്ക് താറടിച്ച് കാണിക്കണം. നിങ്ങൾക്ക് വേറെ ഇൻട്രസ്റ്റ് കാണും. പക്ഷെ പറയാത്ത കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ ആ കാര്യത്തിൽ ഇടതുപക്ഷ മനസ്സുള്ള പലരും വേദനിച്ചിട്ടുണ്ടാവും, അവർ പ്രതികരിച്ചിട്ടുണ്ടാവും. അത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. പറയട്ടെ നിങ്ങൾ പറയട്ടെ, അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും. അതിന് ഞാൻ അവരെ ആരും കുറ്റം പറയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ ഭയമാണ്.